സ്നേഹപിതാവായ ദൈവമേ, ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം ദൈവജനത്തോട് പ്രഘോഷിക്കുവാൻ എന്നെ അനുവദിക്കുന്നതിനോർത്ത് ദൈവമേ അങ്ങോട്ട് നന്ദി പറയുന്നു. കേൾക്കുന്ന ദൈവജനത്തിന് പരിശുദ്ധാത്മാവിനെക്കുറിച്ചുള്ളൊരു അവബോധം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവ് ത്രിത്വത്തിലെ ഒരു അംഗമാണ്. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. പിതാവ് ദൈവമാണ്, പുത്രൻ ദൈവമാണ്, പരിശുദ്ധാത്മാവ് ദൈവമാണ്. മൂന്ന് പേർക്കും തുല്യ പങ്കാളിത്തവും തുല്യ പ്രാധാന്യമാണെന്നുള്ള ആഴമേറിയ ബോധ്യം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശു തൻ്റെ ശിഷ്യന്മാരോട് പഠിപ്പിക്കുന്ന സമയത്ത് യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 14-ാമത്തെ അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. യേശു പറയുന്നു, ഞാൻ പിതാവിൻ്റെ അടുത്തേക്ക് പോകുന്നു, ഞാൻ പിതാവിനോട് പ്രാർത്ഥിക്കും, സഹായകനായ പരിശുദ്ധാത്മാവിനെ അയക്കുവാൻ. സഹായകനായ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്ന് നിങ്ങളുടെ ഉള്ളിൽ വസിക്കും, നിങ്ങളുടെ ശരീരത്തിൽ ആവസിക്കും. നിങ്ങളൊരു പുതിയ സൃഷ്ടിയായി മാറും. പഴയത് കടന്നുപോയി, പുതിയത് വന്നു കഴിഞ്ഞു. ദൈവത്തിൻ്റെ കൂടാരം മനുഷ്യരുടെ ഇടയിൽ. ദൈവമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഓ പ്രിയപ്പെട്ട പരിശുദ്ധാത്മാവെ, പരിശുദ്ധാത്മാവിനെക്കുറിച്ച് പഠിക്കുവാൻ, അറിയുവാൻ, മനസ്സിലാക്കുവാൻ, ഗ്രഹിക്കുവാൻ, ഞങ്ങൾ കേട്ടതും പഠിച്ചതും വായിച്ചതും ഗ്രഹിച്ചതും മറ്റുള്ളവരെ അറിയിക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓ പ്രിയപ്പെട്ട പരിശുദ്ധാത്മാവെ, ഞങ്ങളെ വഴി നടത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഓ പ്രിയപ്പെട്ട പരിശുദ്ധാത്മാവെ, ഞങ്ങളുടെ നാവിൻ്റെ നിയന്ത്രണം ഏറ്റെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, അങ്ങ് ആഗ്രഹിക്കാത്ത ഒന്നും നാവിലൂടെ പുറത്തു വരാതിരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവമേ നന്ദി, ദൈവമേ സ്തുതി, ദൈവമേ സ്തോത്രം, ദൈവമേ ആരാധന, ദൈവമേ മഹത്വം. ഇന്ന് ഗലാത്യക്കാർക്ക് എഴുതിയ പൗലോസ്ലീഹ എഴുതിയ ലേഖനത്തിൽ 5-ാമത്തെ അധ്യായത്തിൽ 16 മുതൽ 26 വരെ തിരുവാക്യങ്ങൾ നമുക്ക് പഠിക്കാൻ പരിശ്രമിക്കാം. 16-ാമത്തെ വാക്യം ഇങ്ങനെയാണ് പറയുന്നത്: നിങ്ങളോട് ഞാൻ പറയുന്നു, ആത്മാവിൻ്റെ പ്രേരണയനുസരിച്ച് വ്യാപരിക്കുവിൻ. പലപ്പോഴും നമ്മൾ ദൈനംദിന പ്രവൃത്തികളൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ പഠിച്ചത്, നമ്മുടെ ബുദ്ധിയിലുള്ളത്, നമ്മുടെ അറിവൊക്കെ അനുസരിച്ചാണ് നമ്മൾ പല കാര്യങ്ങളും ചെയ്യുന്നത്. നമ്മുടെ ഓർമ്മയിൽ വരുന്ന കാര്യങ്ങളാണ് പലപ്പോഴും നമ്മൾ ചെയ്യാറുള്ളത്. എന്നാൽ ഇവിടെ പൗലോസ്ലീഹ പറയുന്നു, ആത്മാവിൻ്റെ പ്രേരണയനുസരിച്ച് വ്യാപരിക്കുവിൻ. പല ആളുകളും ചോദിക്കുന്നതാണ്, ആത്മാവ് അങ്ങനെ ഒരു പ്രേരണ നൽകുമോ എന്ന്. തീർച്ചയായിട്ടും നമ്മൾ ഈ മനസാക്ഷി കുത്ത് എന്നൊക്കെ പറയുന്നത് പരിശുദ്ധാത്മാവിൻ്റെ ഒരു പ്രേരണ തന്നെയാണ്. നന്മ ചെയ്യുവാൻ നൽകുന്ന ആന്തരികമായ പ്രേരണ, അത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നൽകുന്നതാണ്. അപ്പോൾ ആത്മാവിൻ്റെ പ്രേരണ അനുസരിച്ച് ജീവിക്കുവാൻ വേണ്ടി പൗലോസ്ലീഹ ഒരു ഉപദേശം നൽകുന്നു. അത് കഴിഞ്ഞിട്ട് തുറന്ന് പറയാണ്, ജഡമോഹങ്ങളെ ഒരിക്കലും തൃപ്തിപ്പെടുത്തരുത്. അല്ലെങ്കിൽ ശരീരത്തിൻ്റെ മോഹങ്ങൾ പലപ്പോഴും നമ്മളെ പല കാര്യങ്ങളും ചെയ്യിക്കുന്നുണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു വ്യക്തി അമിതമായ ഭക്ഷണം കഴിക്കുന്നുണ്ട്. നല്ല രുചിയുള്ള ഭക്ഷണമെന്ന് പറഞ്ഞ് ഒരുപാട് വാരി തിന്നുകയാണെങ്കിൽ അതെന്താ ചെയ്യുന്നത്? ശരീരത്തിൻ്റെ ആഗ്രഹങ്ങളെ തൃപ്തിപ്പെടുത്തുകയാണ്. അല്ലെങ്കിൽ ഒരിക്കലും ഉപവസിക്കുന്നില്ല, മത്സ്യം മാംസം ഒരിക്കലും വർജിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ജഡത്തിൻ്റെ മോഹങ്ങളെയാണ് തൃപ്തിപ്പെടുത്തുന്നത്. പലപ്പോഴും അമിതമായ ലൈംഗികത, ഭാര്യ ഭർത്താക്കന്മാരാണെങ്കിൽ പോലും അമിതമായ ലൈംഗികത, തെറ്റായ ലൈംഗികത, ഇതെല്ലാം ജഡമോഹങ്ങളെ തൃപ്തിപ്പെടുത്തുന്ന പ്രവൃത്തിയാണ്. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, ജഡമോഹങ്ങൾ ആത്മാവിന് എതിരാണ്. ആത്മാവിലുള്ള ജീവിതത്തിന് എതിരാണ് ജഡമോഹങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ ഒരു പോരാട്ടം നടക്കുന്നുണ്ട്. ഒരു ജഡമോഹങ്ങളോടുകൂടിയ ശരീരത്തിൻ്റെ ആഗ്രഹങ്ങൾ. അപ്പോൾ കണ്ണാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ചില ആളുകൾ വന്നിട്ട് പലരും പറയാറുണ്ട്, അശ്ലീലമായ ലൈംഗികമായ മ്ലേച്ഛമായ വീഡിയോ കാണുന്നതിന് അടിമയാണ്. തിന്മയായിട്ടുള്ളത് കാണാൻ എനിക്കൊരു അഭിവാഞ്ച ഉണ്ടാകുന്നു. പലരും വന്നിട്ട് പറയാറുണ്ട്, മോശമായ പാട്ടുകൾ കേൾക്കുവാൻ
ഒരു അഭിവാഞ്ച ഉണ്ടാകുന്നു. ഈ അടുത്ത കാലത്ത് കുട്ടികളുടെ ധ്യാനം നടത്തുന്ന സമയത്ത് ഒരു കുട്ടി വന്നിട്ട് പറഞ്ഞു, എനിക്ക് പഠിക്കാനായിട്ട് പറ്റുന്നില്ല. പഠിക്കാൻ പറ്റുന്നില്ല എന്ന് വെച്ചപ്പോൾ എന്താ പഠിക്കാൻ പറ്റാത്ത ഒരു കാരണം ഉണ്ടാവുമല്ലോ. അപ്പോൾ പറഞ്ഞു, ഞാൻ നന്നായി പഠിച്ചെന്ന്, പക്ഷേ എനിക്കിപ്പോൾ പഠിക്കാൻ പറ്റുന്നില്ല. ഇപ്പോൾ പഠിക്കാൻ പറ്റാത്തതിൻ്റെ കാരണം ചോദിച്ചു കഴിഞ്ഞപ്പോൾ പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല, എനിക്ക് പഠിക്കാൻ പറ്റുന്നില്ല. പിന്നെ ഇങ്ങനെ സ്വാഭാവികമായിട്ടും കൗൺസിലിംഗ് നമ്മൾ ചോദിക്കും, കാര്യങ്ങളൊക്കെ ചോദിച്ചാറുള്ള സമയത്ത് പറഞ്ഞു, ഏതെങ്കിലും പുസ്തകം വായിക്കാറുണ്ടോ? അത് ഇപ്പോൾ സാധാരണ രീതിയിൽ ഇപ്പോൾ ഒരു വായനാശീലമുള്ള കുട്ടിയാണെങ്കിൽ തെറ്റായ അറിവ് പ്രദാനം ചെയ്യുന്ന പുസ്തകങ്ങൾ വായിക്കുകയാണെങ്കിൽ അത് ഒരു അവരുടെ ജീവിതത്തിൽ പല ബുദ്ധിമുട്ടുകളും സൃഷ്ടിക്കും. നിരീശ്വരവാദം പ്രചരിപ്പിക്കുന്ന പുസ്തകങ്ങൾ, ഭൂതപ്രേതാദി പിശാചുക്കളെക്കുറിച്ച് വായിക്കുന്ന പുസ്തകങ്ങൾ, ഈ ഹാരി പോട്ടർ പോലെയുള്ള പുസ്തകങ്ങളൊക്കെ വായിച്ചിട്ട് അസ്വസ്ഥരായിട്ട് കുട്ടികളെ പ്രാർത്ഥിക്കാനായിട്ട് കൊണ്ടുവരാറുണ്ട്. അപ്പോൾ പുസ്തകം വായിക്കുന്ന സ്വഭാവമൊന്നുമില്ല. ഇനി പെൺകുട്ടികളുമായിട്ട് തെറ്റായ ബന്ധമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അതുമില്ല. ഈ വീഡിയോസ്, മോശമായ വീഡിയോ കാണുന്നുണ്ടോ? ഇല്ല. പിന്നെ എനിക്ക് വളരെ അതിശയമായിപ്പോയി, ഇതൊന്നുമില്ലാത്തൊരു പയ്യൻ നന്നായി പഠിച്ചിരുന്നവൻ. അവസാനം ഇങ്ങനെ തിരിച്ചും മറിച്ചൊക്കെ പറഞ്ഞു ചോദിച്ചു കഴിഞ്ഞപ്പോൾ നിനക്ക് എന്താണ്, നിനക്ക് ഇപ്പോൾ നിൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞു ചില പ്രത്യേകതരം കൊറിയൻ സംഗീതം. ഞാൻ ആ ബാൻഡിൻ്റെ പേരോ ഡീറ്റെയിലിംഗോ ഒന്നും പറയുന്നില്ല, ഇനി അത് കേട്ടിട്ട് അത് സെർച്ച് ചെയ്യാൻ പോകണ്ടെന്ന് വെച്ചിട്ട്. പണ്ട് ആസ്ട്രൽ പ്രൊജക്ഷനെ കുറിച്ചിട്ട് ഒരു പ്രസംഗം പറഞ്ഞതിന് ശേഷം കുടുംബക്കാർ പലരും വിളിച്ചിട്ട് ബ്രദർ ആവശ്യമില്ലാത്ത ഓരോന്ന് പറഞ്ഞ് പിള്ളേർ ഇപ്പം അതിൻ്റെ പുറകെയെന്ന് പറഞ്ഞു. അപ്പോൾ അത്തരം ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. ഇപ്പോൾ ഒരു കൊറിയയിലുള്ള ഒരു പ്രത്യേക ഒരു ബാൻഡുമായി ബന്ധപ്പെട്ട് അവരുടെ പാട്ടുകൾ കേൾക്കലാണ് പ്രധാന പരിപാടി. കൊറിയൻ ലാംഗ്വേജ് അറിയാമെന്ന് വെച്ചാൽ കൊറിയൻ ലാംഗ്വേജ് അറിയില്ല. അപ്പോൾ കൊറിയൻ ലാംഗ്വേജിൽ ഇവർ പറയുന്ന സമയത്ത് അത് ഗൂഗിൾ ട്രാൻസ്ലേഷൻ വഴി അത് ഇംഗ്ലീഷിലാക്കി അത് നോക്കി, ഇംഗ്ലീഷ് വാക്കുകൾ മനസ്സിലാവുന്നുണ്ടെങ്കിൽ ഡിക്ഷണറി നോക്കി അർത്ഥം മനസ്സിലാക്കി ആസ്വദിക്കുകയാണ്. പിന്നെ ഒരു തവണ അത് അങ്ങനെ നോക്കിക്കഴിയുമ്പോൾ പിന്നെ ആ പാട്ട് കേൾക്കുമ്പോൾ ഇന്നതാണ് അർത്ഥം എന്നറിയാലോ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വർഗരതി പ്രോത്സാഹനം കൊടുക്കുന്ന തരത്തിലുള്ള പാട്ടുകൾ കേൾക്കലാണ് ഈ വിദ്യാർത്ഥിയുടെ ഒരു ദൗർബല്യം. അതങ്ങനെ കേട്ട് കഴിഞ്ഞാൽ കുറച്ച് മുന്നേ ഈ പാട്ട് കേൾക്കാണ്ട് പിന്നെ ഇരിക്കാൻ പറ്റില്ല. അപ്പോൾ അത് കേട്ടുകൊണ്ടിരിക്കുക, അത് സ്വാഭാവികമായിട്ടും പഠനത്തിൽ പിന്നോക്കം പോയി. ഇപ്പോൾ ജഡമോഹങ്ങളെ തൃപ്തിപ്പെടുത്തുക എന്ന് പറയുമ്പോൾ എന്ത് വേണമെങ്കിൽ ആവാം. കണ്ണിൻ്റെ ദുരാഗ്രഹമാകാം, കാതുകളുടെ ദുരാഗ്രഹമാകാം, രുചിയുടെ ദുരാഗ്രഹമാകാം. ചിലരിപ്പം നല്ല ഐസ്ക്രീം തിന്നുന്നു, നല്ല ഭക്ഷണം കഴിക്കുന്നു, ഇതൊക്കെ രുചിയുടെ ആഗ്രഹമാണ്. പക്ഷെ ഒരു തൃശ്ശൂരിലെ പ്രമുഖമായിട്ടുള്ള ഒരു CBSE സ്കൂളിലൊരു പെൺകുട്ടിയെ ഒരു പ്രാവശ്യം പ്രാർത്ഥിക്കാനായിട്ട് കൊണ്ടുവന്നിരുന്നു. നല്ല പഠനത്തിൽ സജീവമായിരുന്ന പെൺകുട്ടി പെട്ടെന്ന് പിന്നോക്കം പോയി, സ്വഭാവത്തിലൊക്കെ വലിയ വ്യത്യാസം ഒന്നും എന്താണെന്ന് തിരിച്ചറിയുന്നില്ല. ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞ് അപ്പോൾ പ്രാർത്ഥിക്കാൻ കൊണ്ടുവന്നു. തിരിച്ചു മറിച്ചൊക്കെ ചോദിച്ചിട്ട് യാതൊരു അനക്കവും ഇല്ല. അപ്പോൾ എന്താണ് ഈ കുട്ടിക്ക് പറ്റിയെന്ന് കണ്ടുപിടിക്കാൻ സാധിക്കുന്നില്ല. പിന്നെ അവസാനം ഇങ്ങനെ സംസാരിച്ച് പെട്ടെന്ന് നോക്കി കഴിഞ്ഞപ്പോൾ 2 കൈയിലും നഖങ്ങൾ നീട്ടി വളർത്തിയിരിക്കുന്നു. ഞാൻ ചോദിച്ചു, നഖങ്ങൾ വളർത്തുന്നത് ഒരു ഹോബിയാണോ എന്ന് ചോദിച്ച വഴിക്ക് പെട്ടെന്ന് ഈ പെൺകുട്ടി കൈ പിന്നിലേക്ക് വലിച്ചു. കൈ പിന്നിലേക്ക് വലിച്ച സമയത്ത് എനിക്ക് തോന്നി നഖവുമായി ബന്ധപ്പെട്ട എന്തോ പ്രശ്നമുണ്ട്. അപ്പം നഖമായിട്ട് എന്താണ് വിഷയം? പിന്നെ തിരിച്ചും മറിച്ചൊക്കെ ചോദിച്ച അവസാനം വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പെൺകുട്ടി മാത്രമല്ല, ഈ സ്കൂളിലെ പല പിള്ളേരും ചെയ്യുന്ന പരിപാടി എന്ന് വെച്ചാൽ ഈ നോട്ട്സൊക്കെ എഴുതുമ്പോൾ എന്തെങ്കിലും തെറ്റിക്കഴിഞ്ഞാൽ വൈറ്റ്നർ എന്ന് പറഞ്ഞിട്ടൊരു വെള്ള ലിക്വിഡ് ഉപയോഗിക്കും. തെറ്റിയിട്ടുണ്ടെങ്കിൽ മായ്ച്ചിട്ട് അതിന് മുകളിൽ എഴുതാൻ. ഈ വൈറ്റ്നറിൽ എടുത്ത് നഖത്തിൻ്റെ ഉള്ളിൽ നിറച്ച് കൈ കാണുമ്പോൾ ഒന്നും അറിയില്ല. അത് കഴിഞ്ഞിട്ട് ക്ലാസ്സിലിരിക്കുന്ന സമയത്തും ഒക്കെ ഇതിങ്ങനെ വലിച്ച് കുടിച്ചുകൊണ്ടിരിക്കുകയും അതങ്ങനെ വലിച്ചു കുടിച്ച് കഴിക്കുമ്പോൾ ഏകദേശം ഈ ലഹരി പദാർത്ഥങ്ങൾ, നിരോധിക്കപ്പെട്ട ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുമ്പോൾ കെമിക്കൽ സിന്തറ്റിക് ഡ്രഗ്സൊക്കെ ഉപയോഗിക്കുമ്പോൾ കിട്ടുന്ന ഒരു കിക്ക് കിട്ടുന്നു എന്നാണ് ഇവർ പറയുന്നത്. പിന്നീട് ഈ വിവരം അവരുടെ മാതാപിതാക്കളെ അറിയിക്കുകയും ആ കുട്ടിയെ ഉപദേശിക്കുകയും ബന്ധിച്ച് പ്രാർത്ഥിക്കുകയും നഖം വെട്ടിയിട്ടാണ് ധ്യാനമന്ദിരത്തിൽ നിന്ന് പറഞ്ഞയച്ചത്. അപ്പോൾ ജഡമോഹങ്ങൾ പറഞ്ഞു വെച്ചാൽ ഇത് രണ്ടും, ഇത് മറ്റു കാര്യങ്ങളൊക്കെ പണ്ട് പലതും കേട്ടിട്ടുള്ളതാണ്. ഇത് രണ്ടും പുതിയ അനുഭവം ആയതുകൊണ്ടാണ് ഈ കാര്യങ്ങൾ പറഞ്ഞത്. ജഡമോഹങ്ങൾ ആത്മാവിനെതിരാണ്, ആത്മാവിൻ്റെ അഭിലാഷങ്ങൾ ജഡത്തിനും എതിരാണ്. ഇപ്പോൾ 2 കാര്യങ്ങളുണ്ട്. ആത്മാവിൻ്റെ അഭിലാഷം എന്തായിരിക്കും? ദിവസം കുർബാനയ്ക്ക് പോവുക, ബൈബിൾ വായിക്കുക, വ്യക്തിപരമായി പ്രാർത്ഥിക്കുക, കുടുംബമായിട്ട് പ്രാർത്ഥിക്കുക, ആത്മീയ ഗീതങ്ങൾ കേൾക്കുക, ആത്മീയ പ്രസിദ്ധീകരണങ്ങൾ വായിക്കുക, ആത്മീയമായ
ടെലിവിഷൻ പ്രോഗ്രാമുകളോ അല്ലെങ്കിൽ ശ്രവ്യ ദൃശ്യ മാധ്യമങ്ങളിലൂടെ ആത്മീയതയുമായി ബന്ധപ്പെട്ട പ്രവർത്തികൾ കാണുക. ഇതൊക്കെ ആയിരിക്കും ആത്മാവിൻ്റെ അഭിലാഷങ്ങൾ. അല്ലെങ്കിൽ ലളിതമായ വസ്ത്രധാരണ രീതി, ദരിദ്രർക്ക് എന്തെങ്കിലും സാമ്പത്തിക സഹായം കൊടുക്കുക, ഇതൊക്കെ ആത്മാവിൻ്റെ ഒരു ഫലമായി മാറിയേക്കാം. എന്നാൽ ആത്മാവിൻ്റെ ആഗ്രഹങ്ങൾ ഒന്ന്, ശരീരത്തിൻ്റെ ജഡത്തിൻ്റെ പഞ്ചേന്ദ്രിയങ്ങളുടെ ആഗ്രഹങ്ങൾ മറ്റൊന്ന്. ഇത് തമ്മിലൊരു പോരാട്ടം ഒരു വ്യക്തിയുടെ ഉള്ളിൽ നടക്കുകയാണ്. ആത്മാവിൻ്റെ അഭിലാഷങ്ങൾ ജഡത്തിനും എതിരാണ്. അപ്പോൾ പരസ്പരം എതിർക്കുന്ന നിമിത്തം ആഗ്രഹിക്കുന്നത് പ്രവർത്തിക്കാൻ നിങ്ങൾക്ക് സാധിക്കാതെ വരും. ഈ പോരാട്ടം നടക്കുന്നതുകൊണ്ട് ജഡത്തിൻ്റെ ആഗ്രഹങ്ങളുണ്ട്, ആത്മാവിൻ്റെ ആഗ്രഹങ്ങളുണ്ട്. ആത്മാവിൻ്റെ ആഗ്രഹങ്ങളും ജഡത്തിൻ്റെ ആഗ്രഹങ്ങളും തമ്മിലുള്ള ഒരു പോരാട്ടം നടക്കുന്ന സമയത്ത് എന്താണ് സംഭവിക്കുന്നത്? ആഗ്രഹിക്കുന്നത് ചെയ്യാൻ, നന്മ ചെയ്യുവാൻ സാധിക്കുന്നില്ല. അതുകൊണ്ടാണ് പൗലോസ് ശ്ലീഹ റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ പറയുന്നത്, നന്മ ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു, തിന്മ ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ആഗ്രഹിക്കുന്ന നന്മയല്ല, ആഗ്രഹിക്കാത്ത തിന്മയാണ് ഞാൻ പ്രവർത്തിക്കുന്നത്. ഇത് ചെയ്യുന്നത് ഞാനല്ല, എന്നിൽ വസിക്കുന്ന പാപമാണെന്ന് പറഞ്ഞുകൊണ്ടാണ് പൗലോസ് ശ്ലീഹ ലേഖന ഭാഗം അവസാനിപ്പിക്കുന്നത്. അപ്പോൾ ഇവിടെ ആത്മാവിൻ്റെ പ്രവർത്തനങ്ങളും ജഡത്തിൻ്റെ പ്രവർത്തനവും തമ്മിൽ ഒരു പോരാട്ടം നടക്കുന്നു. ഈ പോരാട്ടം നടക്കുന്നതുകൊണ്ട് ആഗ്രഹിക്കുന്നത് പ്രവർത്തിക്കാൻ സാധിക്കാതെ പോകുന്നു. ആത്മാവ് നിങ്ങളെ നയിക്കുമെങ്കിൽ നിങ്ങൾ നിയമത്തിന് കീഴിലല്ല. നിയമമില്ലാതിരുന്ന സമയത്ത് നിയമലംഘനമില്ലായിരുന്നു. എന്നാൽ നിയമം വന്ന സമയത്ത് നിയമലംഘനം പാപമായി മാറി. പക്ഷേ ആത്മാവിലാണ് ഒരു വ്യക്തി നയിക്കപ്പെടുന്നതെങ്കിൽ, ആത്മാവ് നൽകുന്ന നിർദ്ദേശമനുസരിച്ചാണ് മുന്നോട്ട് പോകണമെങ്കിൽ ആ വ്യക്തി ഒരിക്കലും നിയമത്തിന് കീഴിലല്ല. ഇത് കഴിഞ്ഞിട്ട് പറയാണ്, രണ്ട് കാര്യങ്ങൾ പറയാം. ഒന്ന്, ജഡത്തിൻ്റെ വ്യാപാരങ്ങളെക്കുറിച്ച് പറയും. ജഡത്തിൻ്റെ വ്യാപാരങ്ങൾ എല്ലാവർക്കും അറിയാം. അവ വ്യഭിചാരം, അശുദ്ധി, ദുർവൃത്തി, വിഗ്രഹാരാധന, ആഭിചാരം, ശത്രുത, കലഹം, അസൂയ, കോപം, മാത്സര്യം, ഭിന്നത, വിഭാഗീയ ചിന്ത, വിദ്വേഷം, മദ്യപാനം, മധുരോത്സവം, ഇവയും ഈ ദൃശ്യമായ മറ്റു പ്രവൃത്തികളാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മനുഷ്യൻ ശരീരത്തിൽ ചെയ്യുന്ന എല്ലാ പാപങ്ങളുടെയും വലിയൊരു പട്ടിക കൊടുത്തിരിക്കുകയാണ്. ഇതൊന്നും വ്യാഖ്യാനിച്ച് തരേണ്ട കാര്യം എല്ലാവർക്കും അറിയാം. വ്യഭിചാരം, അശുദ്ധി, ദുർവൃത്തി, മൂന്നും ലൈംഗിക മേഖലയുമായി ബന്ധപ്പെട്ട പാപങ്ങൾ. വിഗ്രഹാരാധന, വിശ്വാസം സംബന്ധിച്ചുള്ള കാരണങ്ങൾ. പിന്നെ പൈശാചികമായി ബന്ധപ്പെട്ട ആഭിചാരങ്ങൾ, ശത്രുത, കലഹം, അസൂയ, കോപം, മത്സര്യം, ഭിന്നത, വിഭാഗീയ ചിന്ത, വിദ്വേഷം. അതൊക്കെ ഇതിൻ്റെ അവസാനം പിന്നെ പറയുന്നതാണ് മദ്യപാനവും മധുരോത്സവവും. ഇവയും ഈ ദൃശ്യമായ മറ്റു പ്രവൃത്തികളുമാണ്. ഇത്തരം പ്രവൃത്തികൾ ഏർപ്പെടുന്നവർ ദൈവരാജ്യം അവകാശപ്പെടുന്നതിന് മുമ്പ് ഞാൻ നിങ്ങൾക്ക് നൽകിയ താക്കീത് ഇപ്പോഴും ആവർത്തിക്കുന്നു. ഒരു താക്കീത് തരികയാണ്. എന്താണ്? ഈ പ്രവൃത്തി ചെയ്യുന്ന ആളുകൾ ആരും ദൈവരാജ്യം അവകാശമാക്കില്ല, അല്ലെങ്കിൽ സ്വർഗത്തിൽ അവർ പ്രവേശിക്കില്ലെന്ന് പറയും. അത് കഴിഞ്ഞിട്ട് തുടർന്ന് പറയാൻ എന്താണ്? ആത്മാവിൻ്റെ ഫലങ്ങൾ എന്താണെന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങളെക്കുറിച്ച് കൊരിന്ത്യർ ലേഖനത്തിൽ പൗലോസ് ശ്ലീഹ 14-ാമത്തെ അധ്യായത്തിൽ പറഞ്ഞ വരദാനങ്ങളിലൂടെ നമ്മൾ കടന്നുപോയി. എന്നാൽ ഇവിടെ പറയാണ്, ആത്മാവിൻ്റെ ഫലങ്ങൾ സ്നേഹം, ആനന്ദം, സമാധാനം, ക്ഷമ, ദയ, നന്മ, വിശ്വസ്തത, സൗമ്യത, ആത്മസംയമനം, ഇവയാണ്. ഒരിക്കൽ കൂടി വായിക്കാം. ഒന്ന്, പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളെക്കുറിച്ച് പറയണം. ഒന്ന്, സ്നേഹം. രണ്ട്, ആനന്ദം. ഈ ആനന്ദം എന്ന് പറയുന്ന സമയത്ത് ഈ സന്തോഷവും ആനന്ദവും തമ്മിലുള്ള വ്യത്യാസം നമ്മൾ മനസ്സിലാക്കണം. നമുക്ക് ഒരു ഐസ്ക്രീം തിന്നുന്ന സമയത്ത് ഒരു സന്തോഷം ഉണ്ടാവും, നല്ല വസ്ത്രം കിട്ടിയ സന്തോഷം ഉണ്ടാവും, നല്ല ഭക്ഷണം ഹോട്ടലിൽ നിന്ന് കഴിക്കുമ്പോൾ സന്തോഷം ഉണ്ടാകുന്നു, വില കൂടിയ ജ്വല്ലറി വാങ്ങി ഇട്ടുകൊണ്ടൊക്കെ നടക്കുന്ന സമയത്ത് സന്തോഷം തോന്നുന്നു, സിനിമ കാണാൻ പോകുന്ന സമയത്ത്, ടൂർ പോകുന്ന സമയത്ത്, ബീച്ചിൽ പോകുന്ന സമയത്തൊക്കെ ഉണ്ടാകുന്നത് സന്തോഷമാണ്. എന്നാൽ ആത്മീയ കാര്യങ്ങളിൽ വ്യാപൃതരായി നിൽക്കുന്ന സമയത്ത് ഒരു ആത്മാഭിഷേകം കടന്നു വരികയും നന്നായി പ്രാർത്ഥിക്കുകയും പാപങ്ങളെ വെറുത്ത് ഉപേക്ഷിക്കുകയും പാപത്തിൽ നിന്ന് മോചനം ലഭിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ഒരു ആനന്ദം, അതിനെയാണ് ആനന്ദം എന്ന് പറയുന്നത്. അത് ദീർഘമായി നിലനിൽക്കുന്നതും അസ്തമിക്കാത്ത ഒരു സന്തോഷം എന്ന് വേണമെങ്കിൽ അതിനെ വിളിക്കാം. അപ്പം അതുകൊണ്ട് ഈ ഭൗതികമായ സന്തോഷത്തിൽ നിന്ന് വ്യത്യസ്തമായി ദൈവിക കാര്യങ്ങളിൽ ലയിച്ചിരിക്കുമ്പോൾ ലഭിക്കുന്ന ഒരു അനുഭൂതി, ഒരു മിസ്റ്റിക്കൽ എക്സ്പീരിയൻസ്, ഇതിനൊക്കെ വേണമെങ്കിൽ ആനന്ദം എന്ന് വിളിക്കാം. പിന്നെ നമുക്കെല്ലാം അറിയുന്ന പോലെ സമാധാനം, ക്ഷമ, ദയ, നന്മ, വിശ്വസ്തത, സൗമ്യത, ആത്മസംയമനം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് കടന്നു വരുന്ന സമയത്ത്
ഈ നന്മകളെല്ലാം, ഈ 9 നന്മകളും നമ്മളിലൂടെ വെളിപ്പെടുന്നു. ഇത് ഒന്നിനൊന്ന് നമ്മളെ ആത്മീയമായ അഭിവൃദ്ധിക്ക് സഹായിക്കുന്നു. പലപ്പോഴും നമ്മൾ വഴക്കുകളൊക്കെ ഉണ്ടാകുമ്പോൾ ശ്രദ്ധിച്ചാൽ മതി, പെട്ടെന്നുള്ള മുൻകോപം വഴിയാണ് പലപ്പോഴും ആളുകൾ സംസാരിക്കുകയും അതിന് അപ്പം തന്നെ മറുപടി കൊടുക്കുന്ന സമയത്ത് അത് ചിലപ്പോൾ വാക്കുകൊണ്ടുള്ള പോരിലേക്കോ സംഘട്ടനത്തിലേക്കോ സംഘർഷത്തിലേക്കോ ഒക്കെ നീങ്ങിപ്പോകുന്നു. ചില ആളുകളെങ്കിലും വഴക്കിൽപ്പെട്ട ആളുകളെ പിന്നീട് കാണുന്ന സമയത്ത് പറയാറുണ്ട്, പ്രഷറിന് മരുന്ന് കഴിക്കാൻ മറന്നുപോയി, അതുകൊണ്ടാണ് പെട്ടെന്ന് പൊട്ടിത്തെറിച്ചത്. ചില ആളുകൾ പറയാറുണ്ട്, ഞാൻ 2 അടിച്ചിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ് പെട്ടെന്ന് പൊട്ടിത്തെറിച്ചത്. അപ്പോൾ ആത്മസംയമനം ഇല്ലാതിരിക്കുന്ന സമയത്ത് പലപ്പോഴും നിയന്ത്രണാതീതമായിട്ട് നമ്മൾ പ്രവർത്തിക്കും. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വരുന്ന സമയത്ത് ഈ ആത്മസംയമനം നൽകി നമ്മളെ അനുഗ്രഹിക്കുന്നു. അതുപോലെ സൗമ്യമായി പെരുമാറുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ് നമ്മളെ സഹായിക്കുന്നത്. നമ്മൾ വിശ്വസ്തത പുലർത്താൻ, പല കാര്യങ്ങളിലും വിശ്വസ്തത പുലർത്താൻ. ഇപ്പോൾ ഒരാളുടെ നിന്ന് വായ്പ വാങ്ങി നാളെ തരാമെന്ന് പറഞ്ഞു, നാളെ കഴിഞ്ഞു, മറ്റന്നാളും പറഞ്ഞു, പിന്നെ കുറച്ച് കഴിയുമ്പോൾ ഫോൺ എടുക്കില്ല, കണ്ടറിയാണ്ടായി, പിന്നെ ചോദിച്ചാൽ വഴക്കാവുകയും ചെയ്യും. അപ്പോൾ ഇത്തരം വിശ്വാസത്തിന് നിരക്കാത്ത പ്രവൃത്തി, സത്യസന്ധതയ്ക്ക് നിരക്കാത്ത പ്രവൃത്തികളിൽ നിന്നൊക്കെ പിന്മാറുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കുന്നു. ഏത് തരത്തിലുള്ള പ്രതിസന്ധി കടന്നു വരുന്ന സമയത്തും, നമുക്ക് പ്രതികൂലമായിട്ട് കാര്യങ്ങൾ കടന്നു വരുന്ന സമയത്തും ക്ഷമിക്കുവാനും മറക്കുവാനും പൊറുക്കുവാനും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാനൊക്കെയുള്ള കൃപ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ് നൽകുന്നത്. അതുകൊണ്ട് തന്നെ ഈ പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ നമ്മളിലൂടെ ഉണ്ടാവാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. പല ആളുകളും പറയുന്നൊരു കാര്യമുണ്ട്, ആത്മീയ ശുശ്രൂഷ ചെയ്യുന്ന പല ആളുകളും മോശമായ വ്യക്തിജീവിതം നയിക്കുന്ന ആളുകളാണ്. എങ്കിലും അവരിലൂടെ വരങ്ങൾ എന്തുകൊണ്ടാണ് വെളിപ്പെടുന്നതെന്ന്. ദൈവം ഒരു വരം ഒരു വ്യക്തിക്ക് കൊടുത്തു കഴിഞ്ഞാൽ അത് പിൻവലിക്കില്ല. അതുകൊണ്ട് തന്നെ ആ വ്യക്തിയിൽ ആ വരം നിലനിൽക്കുകയും ചെയ്യും. ഈ വരവും ഫലവും തമ്മിലുള്ള വ്യത്യാസം നമ്മൾ മനസ്സിലാക്കണം. ഇപ്പോൾ നമ്മൾ സാധാരണ രീതിയിൽ ക്രിസ്മസ് ട്രീ എന്ന് പറയാറുണ്ട്. ക്രിസ്മസിന് ഏതെങ്കിലും മരത്തിൻ്റെ ചില്ല വെട്ടിക്കൊണ്ട് കുഴിച്ചിടുന്നു, അതിൽ കുറേ ഗിഫ്റ്റുകൾ കെട്ടിയിടുന്നു, അത് ടോക്കൺ നമ്പർ വല്ലതും തരുന്നു, അല്ലെങ്കിൽ ഇഷ്ടമുള്ള പൊട്ടിച്ചെടുത്തോളാൻ പറയുന്നു, ആളുകൾ പോയിട്ട് തല്ലുകൂടിയോ അല്ല നമ്പർ പ്രകാരമോ പൊട്ടിച്ചു കൊണ്ടുപോകുന്നു. അതിനകത്ത് ഫലങ്ങൾ തന്നെയാണ് കിട്ടുന്നത്. അത് പക്ഷെ കൃത്രിമമാണ്. എന്നാൽ യഥാർത്ഥത്തിലൊരു മരത്തിൽ നിന്നുണ്ടാകുന്ന ഫലമോ അത് മരത്തിൻ്റെ ഗുണമനുസരിച്ച് അതിൻ്റെ ഫലത്തിന് രുചിഭേദങ്ങളിൽ മാറ്റമുണ്ടാകും. നല്ല വൃക്ഷത്തിൽ നിന്ന് നല്ല ഫലം കിട്ടും. ബൈബിൾ പറയുന്നുണ്ടല്ലോ, അത്തിവൃക്ഷത്തിൽ നിന്ന് ഞെരിഞ്ഞിലോ ഞെരിഞ്ഞലിൽ നിന്ന് അത്തിപ്പഴമോ പുറത്തു വരില്ല. നമ്മുടെ നാട്ടിലൊക്കെ പറയുന്ന മത്ത കുത്തിയ കുമ്പളം ഉണ്ടാവുമോ എന്നൊക്കെ ചോദിക്കും. വിത്ത് ഗുണം 10 ഗുണം എന്നൊക്കെ പറയുന്ന പദപ്രയോഗങ്ങളുമായിട്ട് ഇതിനെ താരതമ്യപ്പെടുത്തി ശ്രമിച്ചാൽ മതി. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ വ്യക്തി ജീവിതത്തിൽ പാളിച്ചകൾ വരുന്ന ആളുകൾക്കും അവരിലൂടെ പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങൾ വെളിപ്പെടും. പക്ഷെ പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ വ്യക്തി വിശുദ്ധിയിൽ ജീവിക്കുമ്പോൾ മാത്രമാണത് വെളിപ്പെടുകയുള്ളൂ. അല്ലെങ്കിൽ വിശുദ്ധിയിലൂടെ ജീവിക്കുന്നവർക്ക് മാത്രമാണ് ഇത് നിലനിൽക്കുകയുള്ളൂ, അല്ലെങ്കിൽ ആ ഫലം അവരിൽ നിന്ന് പിൻവലിക്കപ്പെടുന്നു. അതുകൊണ്ട് തന്നെ ഈ ഫലവും വരത്തെക്കുറിച്ച് ചിന്തിക്കുന്ന സമയത്ത് യഥാർത്ഥ വൃക്ഷത്തിൽ നിന്നുണ്ടാകുന്ന നല്ല ഫലത്തെക്കുറിച്ചും ഉണ്ടാക്കപ്പെടുന്ന ഒരു മരത്തിൽ നിന്ന് ലഭിക്കുന്ന കൃത്രിമ ഫലമായിട്ടുള്ള വ്യത്യാസം പോലെ തന്നെ ഈ കാര്യങ്ങൾ സംഭവിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ വരങ്ങൾ ഉള്ള വ്യക്തി മോശം ജീവിത സാഹചര്യത്തിലേക്ക് പോയാലും പലപ്പോഴും ഇത് ഓപ്പറേറ്റ് ചെയ്യാറുണ്ട്. ഒരു വിവാഹത്തിന് പോയ സമയത്ത് എൻ്റെ ഒരു സുഹൃത്ത് തന്നെ കരിസ്മാറ്റിക് പ്രസ്ഥാനത്തിന് വിമർശിക്കുന്ന ഒരാളാണ്. എന്നോട് പറഞ്ഞു, എൻ്റെ കൂടെ ഒന്ന് വരാൻ പറഞ്ഞു. എൻ്റെ കൈ പിടിച്ചുകൊണ്ടേതെന്ന് വെച്ചാൽ ആ വിവാഹവുമായി ബന്ധപ്പെട്ട മദ്യപാനം നടക്കുന്ന സ്ഥലത്തേക്കാണ് എന്നെ കൊണ്ടുപോയത്. ഞാൻ പറഞ്ഞു, ഞാൻ വരുന്നില്ല, ഞാൻ കഴിക്കില്ല ഒന്നാമത്, പിന്നെ അതൊരു നമ്മൾ കഴിച്ചില്ലെങ്കിൽ അവിടെ വന്നു കഴിഞ്ഞാൽ എതിർ സാക്ഷ്യത്തിന് കാരണം, അതുകൊണ്ട് എന്നെ വിട്ടേക്കുന്നത്. അതല്ല, ഞാൻ ഒരു കാര്യം കാണിക്കാൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞിട്ട് എന്നെ ഏറ്റവും പിന്നിൽ മറ്റാരും കാണാൻ സ്ഥലത്തേക്ക് കൊണ്ടുപോയി. അറിയപ്പെടുന്ന ഒരു ആത്മീയ ശുശ്രൂഷകൻ അവിടെ മദ്യം കഴിക്കുകയാണ്. അപ്പോൾ എന്നിട്ട് എന്നോട് ചോദിച്ചു, ഇയാൾ ഈ സ്റ്റേജിന്മേൽ കയറി ഈ വലിയ വാചകം അടിക്കുന്നില്ലേ, ഇയാളിങ്ങനെ ചെയ്യാൻ പാടുണ്ടോ? ഇവൻ പറഞ്ഞു, ചെയ്യാൻ പാടില്ല. രണ്ടാമത് പറഞ്ഞു, ഇങ്ങനെ ചെയ്യുന്നവരെങ്ങനെയാണ് ഈ പ്രാർത്ഥിക്കുമ്പോൾ രോഗം മാറണത്?
ഇയാൾ മദ്യപിക്കുക, അത് കഴിഞ്ഞിട്ട് ഇയാൾ പോയി പ്രാർത്ഥിക്കുമ്പോൾ രോഗം മാറുന്നു. ഇത് രണ്ടും കൂടെ എങ്ങനെ പൊരുത്തപ്പെട്ടു പോകണം? അപ്പോൾ ഞാൻ അവരുടെ അടുത്ത് കൃത്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞു. ഇത് രോഗശാന്തി എന്ന് പറഞ്ഞൊരു വരമാണ്, ദൈവം കൊടുക്കുന്നൊരു വരമാണ്. ആ വരം ഒരിക്കലും ദൈവം കൊടുത്തതിന് പിൻവലിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഇതൊരു പൊതു നന്മയ്ക്ക് വേണ്ടി കൊടുത്തിട്ടാണ്. ഇയാൾ വ്യക്തിപരമായി മോശം ജീവിതത്തിലൂടെ കടന്നു പോകുന്ന ആളാണെങ്കിൽ പോലും വരങ്ങൾ ഇദ്ദേഹത്തിലൂടെ പ്രവർത്തിക്കാതിരിക്കാം. എന്നാൽ പരിശുദ്ധാത്മാവ് നൽകുന്ന നല്ല ദാനങ്ങൾ, നല്ല ഫലങ്ങൾ, അത് സ്നേഹം, ആനന്ദം, സമാധാനം, ക്ഷമ, ദയ, നന്മ, വിശ്വസ്തത, സൗമ്യത, ആത്മസംയമനം, ഇത് വ്യക്തി ജീവിതത്തിൽ വിശുദ്ധി പാലിക്കുന്നവരിലൂടെ മാത്രമേ സംഭവിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ആ ഒരു ചിന്താഗതിയോടുകൂടി നമുക്ക് ഇതിനെ കണ്ടാൽ മതി. തുടർന്ന് പറയാണ്, ഇവയ്ക്കെതിരായി ഒരു നിയമവുമില്ല. പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങൾക്കെതിരായിട്ടൊരു നിയമവും ഇല്ല. നേരത്തെ പറഞ്ഞു എന്താണ്, ചില നിയമലംഘനങ്ങൾ പാപത്തിന് കാരണമാണ്. ഇവിടെ ഒരു നിയമവുമില്ല. യേശുക്രിസ്തുവിനുള്ള തങ്ങളുടെ ജഡത്തെ അതിൻ്റെ വികാരങ്ങളോടും മോഹങ്ങളോടും കൂടെ ക്രൂശിച്ചിരിക്കുന്നു. ഇത് കഴിഞ്ഞിട്ട് വളരെ ശക്തമായ ഒരു ആത്മീയ ഉപദേശം പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുന്നതിനെ കുറിച്ച് ബന്ധപ്പെട്ട് പറയുകയാണെന്താണ്, യേശുക്രിസ്തുവിനുള്ളവർ തങ്ങളുടെ ജഡത്തെ അതിൻ്റെ വികാരങ്ങളോടും മോഹങ്ങളോടും കൂടി ക്രൂശിച്ചിരിക്കുന്നു. ക്രൂസിഫൈ യുവർ ഫ്ലെഷ്, ക്രൂസിഫൈ യുവർ ബോഡി ഓൺ ദ ക്രോസ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്. യേശുക്രിസ്തുവിനുള്ളവർ തങ്ങളുടെ ശരീരത്തെ ക്രൂശീകരിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഒരു പ്രലോഭനം ഉണ്ടാകുന്ന സമയത്ത്, ദൈവഹിതത്തിന് വിരുദ്ധമായ തിന്മ പ്രവർത്തിക്കാൻ പ്രലോഭനം ഉണ്ടാകുന്ന സമയത്ത് ക്രൂശിക്കപ്പെട്ട യേശുവിനെ ധ്യാനിക്കുകയും തങ്ങളെ തന്നെ, തങ്ങളുടെ ശരീരത്തെ, തങ്ങളുടെ ജഡത്തെ, ജഡമോഹത്തെ യേശുവിൻ്റെ കുരിശിനോട് ചേർന്ന് ക്രൂശീകരിക്കുന്ന സമയത്ത് അവരതിൽ നിന്ന് മോചനം കിട്ടുകയും ചെയ്യുന്നു. നമ്മൾ ആത്മാവിലാണ് ജീവിക്കുന്നത്, നമുക്ക് ആത്മാവിൽ വ്യാപരിക്കാം. അപ്പോൾ ആത്മാവിലുള്ള ഒരു ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കുക, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനോടൊപ്പമുള്ള ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കുക. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 3-ാമത്തെ അധ്യായത്തിൽ പറയുന്നത്, കാറ്റ് അതിന് ഇഷ്ടമുള്ളിടത്തേക്ക് വീശുന്നു, അതെവിടെ നിന്ന് വരുന്നു, എവിടേക്ക് പോകുന്നു എന്ന് പറയുന്നത്. അതുപോലെയാണ് ആത്മാവിൽ ജനിക്കുന്ന ഏവനും. ഇപ്പോൾ നമുക്ക് ആത്മാവിൽ വ്യാപരിക്കാം. നാം പരസ്പരം പ്രകോപിക്കുന്നവരും അസൂയപ്പെടുന്നവരും വ്യർത്ഥ അഭിമാനികളും ആകാതിരിക്കട്ടെ. ഇപ്പോൾ പരിശുദ്ധാത്മാവിൽ നമ്മുടെ ഉള്ളിൽ പ്രവർത്തിക്കാൻ പരിശുദ്ധാത്മ ദാനങ്ങൾ നമ്മളിലൂടെ കടന്നു വരുന്ന സമയത്ത് പരസ്പരം പ്രകോപിപ്പിക്കുന്നവരാകാതിരിക്കുക, അസൂയപ്പെടുന്നവരാകാതിരിക്കുക, വ്യർത്ഥ അഭിമാനികൾ ആകാതിരിക്കുക. ഇങ്ങനെ പോകുന്ന സമയത്ത് നമുക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളിലൂടെ വെളിപ്പെടുകയും പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ നമ്മളിലൂടെ വെളിപ്പെടുകയും അത് നമ്മുടെ ആത്മീയ ജീവിതത്തെ ശക്തിപ്പെടുകയും ചെയ്യും. ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്ന പോലെ ഈ വർഷം ഏപ്രിൽ 20 മുതൽ മെയ് 29 വരെയുള്ള ദിവസങ്ങൾ യേശു 40 ദിവസം ശിഷ്യന്മാരെ പഠിപ്പിച്ച ദിവസങ്ങളാണ്. തുടർന്ന് ഉള്ള 10 ദിവസം പരിശുദ്ധാത്മാഭിഷേകത്തിന് വേണ്ടി കാത്തിരുന്ന് പ്രാർത്ഥിക്കേണ്ട ദിവസങ്ങളാണ്. ജൂൺ 8-ാം തീയതിയാണ് ഈ വർഷം പെന്തക്കോസ്ത തിരുനാൾ ദിവസം. പെന്തക്കോസ്ത തിരുനാൾ അല്ലെങ്കിൽ നമുക്കൊരു പുനർസമർപ്പണത്തിൻ്റെ ദിവസമായി മാറട്ടെ. പരിശുദ്ധാത്മാവിൻ്റെ ഒരു പുതിയൊരു അഭിഷേകം നമ്മളിലേക്ക് ഒഴുകി വരാൻ വേണ്ടി പ്രാർത്ഥിക്കുന്ന ദിവസങ്ങളാകട്ടെ. ജൂൺ 6, 7, 8 ദിവസങ്ങളിൽ പരിശുദ്ധാത്മാഭിഷേകത്തിന് വേണ്ടി ഗാഗുൽത്ത ധ്യാന കേന്ദ്രത്തിൽ പ്രത്യേകമായ വളർച്ചാ ധ്യാനം ക്രമീകരിച്ചിരിക്കുന്നു. നിങ്ങളെല്ലാവരെയും ആ ധ്യാനത്തിലേക്ക് ക്ഷണിക്കുന്നു. തുടർന്ന് 9-ാം തീയതി യേശുവിൻ്റെ ശിഷ്യഗണങ്ങൾ പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ച് ലോകം മുഴുവൻ സുവിശേഷം അറിയിക്കാൻ പോകുന്ന സുവിശേഷവൽക്കരണത്തിന് പ്രാർത്ഥിച്ചൊരുങ്ങുന്ന ദിവസമാണ്. 6, 7, 8, 9 ദിവസങ്ങളിൽ നടക്കുന്ന ഈ ധ്യാന ശുശ്രൂഷയിലേക്ക്, ഗാഗുൽത്ത ധ്യാന കേന്ദ്രത്തിലേക്ക് നിങ്ങളെല്ലാവരെയും സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ആമേൻ.